Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ടർക്കിഷ് സ്റ്റൈൽ ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റിയുമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി. കണ്ടു നോക്കാം. ടർക്കിഷ് കബാബ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്കൊരു ബോൾ എടുക്കാം. ബോളിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ. ഇത് പാപ്രിക്ക പൗഡറാണ്. ഇതിന് പകരം കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം. 2 ടീസ്പൂൺ ആഡ് ചെയ്തു. പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, കൊറിയാൻഡർ പൗഡർ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, കറുവപ്പട്ട പൊടിച്ചത്, സിനമൺ പൗഡർ ഒരു പിഞ്ച് 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി. പിന്നെ ഇതിൻ്റെ മെയിൻ ഫ്ലേവറിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റമാണ് സുമാക് പൗഡർ. കടകളിലൊക്കെ അവൈലബിൾ ആണ്. സുമാക് പൗഡർ ആഡ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചിട്ടിടണം. ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി എടുത്തേക്കുന്നത്. ഗാർലിക്കും പേസ്റ്റ് ആക്കി. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര്. നാരങ്ങ ചേർക്കുമ്പം പുളി കിട്ടും, കൂടാതെ മീറ്റിനെ പെട്ടെന്ന് സോഫ്റ്റൻ ചെയ്യും, ടെൻഡറാക്കും. അടുത്തതായിട്ട് നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് ഹങ് കേർഡ്. ഹങ് കേർഡ് എന്ന് പറയുന്നത് തിക്കായിട്ടുള്ള കേർഡാണ്. നമ്മൾ കുറച്ച് തൈര് എടുക്കുക, അരിപ്പയിലിട്ട് വെക്കുക, വെള്ളം വാർന്നു കഴിയുമ്പോൾ ഉപയോഗിക്കുക. തിക്കായിട്ടുള്ള കേർഡ് കിട്ടും. 2 ടേബിൾ സ്പൂൺ. ഒരു ടീസ്പൂൺ ഉപ്പ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. പാഴ്സ്ലി 1 ടേബിൾ സ്പൂൺ. ഫ്രഷ് പാഴ്സ്ലി ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈഡ് വാങ്ങിക്കാൻ കിട്ടും, അത് ഉണ്ടെങ്കിലും ഒരു 1/4 ടീസ്പൂണൊക്കെ ഇടാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. പിന്നെ അത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാകത്തുള്ളൂ, സുമാക്. എല്ലാവർക്കും പരിചയം കാണത്തില്ല. സുമാക് എന്ന് പറഞ്ഞാൽ സുമാക് ഫ്ലവേഴ്സ് ഉണ്ട്, അതിൻ്റെ ബെറീസ് ഡ്രൈ ചെയ്ത് പൊടിച്ചെടുത്തേക്കുന്നതാണ്. ഡ്രൈഡ് ബെറീസിൻ്റെ പൊടിയാണ് ഈ സുമാക് ഫ്ലവർ. അത് ചേർക്കുമ്പോൾ ചെറിയ പുളി ഉണ്ടാവും, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ പാപ്രിക്ക പൗഡറിന് പകരം നമുക്ക് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം. അപ്പം വലിയ എരിവും ഉണ്ടാവില്ല, പക്ഷേ നല്ല കളറും ഉണ്ടാവും. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ. ഇത് 250 ഗ്രാംസ് ബോൺലെസ് ചിക്കൻ തൈസാണ് ഉപയോഗിച്ചേക്കുന്നത്. കാലിൻ്റെ ഭാഗം നമ്മൾ ബോണില്ലാണ്ട് എടുത്തേക്കുന്ന 250 ഗ്രാം. അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ബോൺലെസ് ബ്രെസ്റ്റ് ഉപയോഗിക്കാം, തൈസ് ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് മിനിമം അരമണിക്കൂർ വെക്കുക. ഒരു ഓവർനൈറ്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ വളരെ നല്ലത്, മോർ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അരമണിക്കൂറിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ½ ആൻ അവർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബാംബൂ സ്ക്യൂവേഴ്സിൽ കോർത്ത് മാറ്റി വെക്കാം. ബാംബൂ സ്ക്യൂവേഴ്സ് ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. ഓരോ പീസ് എടുത്ത് ഇതേപോലെ കോർക്കുക. മൂന്നോ 4 പീസ് വീതം ഓരോ ബാംബൂ സ്ക്യൂവേഴ്സിലും വെക്കാം. ഈ സ്ക്യൂവേഴ്സിൽ ഇച്ചിരി കൂടുതൽ പീസ്, ചെറിയ പീസസ് ആയതുകൊണ്ട് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്.
ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇനിയും ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഇത് അവനിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ തവ വെച്ചിട്ടും ചെയ്യാം. കുറച്ച് ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പാൻ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ ചിക്കൻ ഇടാവൂ. പാൻ നന്നായിട്ട് ചൂടായി, ചിക്കനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കുക. ബ്രൗൺ കളർ ആകുമ്പോൾ ടേൺ ചെയ്യാം. മറ്റേ സൈഡ് ഇതുപോലെ ബ്രൗൺ ആകുമ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ എടുക്കും ഒരു സൈഡ്. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ സൈഡും ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ടർക്കിഷ് കബാബ് എടുത്തു. ഇനി നമുക്ക് ചൂടോടെ തന്നെ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഈ ടർക്കിഷ് ചിക്കൻ കബാബ് റെഡിയായി. ഇത് വളരെ സിമ്പിളായിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. ഇത് നിങ്ങൾക്ക് നമ്മുടെ കുബൂസിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ ടർക്കിഷ് ബ്രെഡ് ചെയ്തു, അതിൻ്റെ കൂടെ ഒപ്പം ഒക്കെ എക്സലൻറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ആ ടർക്കിഷ് ബ്രെഡിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സാലഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് റാപ്പായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ചിലത് ടേക്ക് കെയർ, ബൈ.